മക്കളെ നീറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ടോട്ടോമെറിസവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ടോട്ടോമെറിസം. ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ഫോളോയിങ് ടോട്ടോമെറിക് കോമ്പൗണ്ട് ആണ്. ടോട്ടോമെറിക് സ്ട്രെസ്സിന്റെ സ്റ്റെബിലിറ്റി ആണ് പറയുന്നത്. മക്കളെ മനസ്സിലാക്കുക, ഇതൊരു ഇവിടെ ഒരു കോൺജുഗേറ്റ് സിസ്റ്റം ആണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഒരു കോൺജുഗേറ്റ് സിസ്റ്റം ആണ്. അതുമല്ല ഇവിടെ ഇതാ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആണ്, ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആണ്. സോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാണെന്ന് വെച്ചാൽ മൂന്നാമത്തെ സ്ട്രക്ചർ ആണ്. കാരണം ഇവിടെ കോൺജുഗേഷൻ ഉണ്ട്. കോൺജുഗേഷൻ മാത്രമല്ല, ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബണിൽ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. 6 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. സോ ഇതൊക്കെ കോൺജുഗേറ്റ് സിസ്റ്റം. ഇതൊന്ന് കോൺജുഗേറ്റ് സിസ്റ്റം ആണ്. ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിൽ sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിൽ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്. സോ ടോട്ടോമെറിസം ഏറ്റവും കൂടുതൽ പോസിബിൾ ആയിട്ടുള്ളത് 3ലാണ്. യെസ്, അടുത്തത് ഇതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റം ഒന്നല്ല, പക്ഷെ sp2 അറ്റാച്ച് ചെയ്ത sp3യിൽ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, sp2 അറ്റാച്ച് ചെയ്ത sp3യിൽ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, എഗെയിൻ sp2 അറ്റാച്ച് ചെയ്ത sp3യിൽ 2 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. സോ ഇവിടെ എന്ത് പോസിബിൾ ആണ്? ടോട്ടോമെറിസം പോസിബിൾ ആണ്. ടോട്ടോമെറിക് സ്ട്രക്ചേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. ഇവിടെ sp2 അറ്റാച്ച് ചെയ്ത sp3യിൽ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, 2 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ. സോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് വെച്ചാൽ 3 ആണ്. പിന്നെ ഏതാ വരുന്നത്? പിന്നെ 2 ആണ്, പിന്നെ 1 ആണ്. 3 > 2 > 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. റെഡി അല്ലേ? യെസ്.